നമസ്കാരം. ഇന്ന് സെക്കൻഡ് ഇയറിൽ ഫിസിക്സ് ഇംപ്രൂവ് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ക്ലാസ്സാണ്. ആദ്യം ഇംപ്രൂവ്മെൻ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെ അധ്യാപകരുടെയൊക്കെ നിരന്തരമായിട്ടുള്ള അപേക്ഷ പ്രകാരം ഇംപ്രൂവ്മെൻ്റ് എന്ന് പറയുന്നതുകൊണ്ട് ഫിസിക്സിൻ്റെ നിങ്ങൾ ഇംപ്രൂവ്മെൻറ്റിന് പൈസ അടച്ചിട്ടിരിക്കുകയായിരിക്കും. ഫിസിക്സിൻ്റെ ഇംപ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി 3-ാം തീയതിയാണ്. അപ്പോൾ ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ ക്ലാസ്. ഇംപ്രൂവ്മെൻ്റ് പരീക്ഷ എന്ന് പറയുമ്പോൾ നമുക്ക് മാർക്ക് കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതല്ല, ഒരിക്കലും മാർക്ക് കുറയാൻ വേണ്ടി ചെയ്യുന്നതല്ല. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഓരോ ചാപ്റ്ററിലും പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ വളരെ പ്രധാനമായിട്ട് അത് എഴുതി പഠിക്കണം. പ്രത്യേകിച്ച് ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട ഓരോ ചാപ്റ്ററിലെയും ഏറ്റവും പ്രധാനം എന്ന് ഉള്ള കാര്യം അത് ഞാൻ പറഞ്ഞു തരാം. അത് നിങ്ങൾ വളരെ കാര്യമായിട്ട് അങ്ങ് എഴുതി പഠിക്കണം. കുറച്ച് കാര്യങ്ങളെ പഠിച്ചിട്ടുള്ളെങ്കിലും അത് നല്ലതുപോലെ എഴുതി പഠിച്ചാൽ നിങ്ങൾക്ക് യാതൊരു പ്രയാസവും ഇല്ലാതെ നല്ല മാർക്ക്, നല്ല സ്കോർ നിങ്ങൾക്ക് മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി ഉള്ള ക്ലാസ്സാണ്. നമ്മുടെ ഫിസിക്സിൻ്റെ ഓരോ ചാപ്റ്ററിലെയും ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ഓർത്ത് നോക്കാം. ആദ്യത്തെ ചാപ്റ്റർ ആയിരുന്നു നമ്മുടെ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്റർ. ആ ആദ്യത്തെ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പ്രധാനമായി 2 കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമത്തത് ക്ലാസിക്കൽ ഫിസിക്സ്. ഫിസിക്സിന് 2 ബ്രാഞ്ച് ഉണ്ട്, ക്ലാസിക്കൽ ഫിസിക്സും മോഡേൺ ഫിസിക്സും. അതിൽ ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ബ്രാഞ്ചുകൾ അതെന്തൊക്കെയാണ്, എന്തിനുള്ളതാണെന്നും അറിയണം. ഉദാഹരണമായിട്ട് മെക്കാനിക്സ് ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് മോഷൻ ഓഫ് ബോഡീസ്. പരീക്ഷയിൽ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്, ദ സ്റ്റഡി ഓഫ് മോഷൻ ഓഫ് ബോഡീസ് ഈസ് ഡാഷ്. അപ്പൊ നിങ്ങൾ മെക്കാനിക്സ് എഴുതണം. വസ്തുക്കളുടെ ചലനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് മെക്കാനിക്സ്. രണ്ടാമത്തതാണ് ഒപ്റ്റിക്സ്, സ്റ്റഡി ഓഫ് ലൈറ്റിനെ കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ചാണ് ഒപ്റ്റിക്സ് എന്ന് പറയും. അടുത്തത് ഇലക്ട്രോ ഡൈനാമിക്സ്, ചാർജ്ഡ് മാഗ്നറ്റിക് പാർട്ടിക്കിളിനെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നതാണ് ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് പറയും. അടുത്തെന്ന് പറയുന്നത് തെർമോഡൈനാമിക്സ്, ഹീറ്റ്, ടെമ്പറേച്ചർ, ഇന്റേണൽ എനർജി ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ബ്രാഞ്ചാണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ മറ്റൊന്ന് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിച്ചു, ആസ്ട്രോഫിസിക്സ്. ഈ വർഷം നിങ്ങൾ എഴുതിയ പരീക്ഷയ്ക്ക് ചോദിച്ചായിരുന്നു ആസ്ട്രോഫിസിക്സ് എന്ന് പറയുന്ന നക്ഷത്രങ്ങളെ കുറിച്ചും അതുപോലെ പ്ലാനറ്റിനെ സംബന്ധിച്ചും മറ്റും പ്രതിപാദിക്കുന്നതാണ് ആസ്ട്രോഫിസിക്സ് എന്ന് പറയും. ആസ്ട്രോഫിസിക്സ് മനസ്സിലായി? അപ്പൊ ഇത് പ്രധാനമായിട്ട് നിങ്ങൾ അതിനകത്ത് ഓർത്തിരിക്കണം. പിന്നെ അതിനകത്ത് ഓർത്തിരിക്കേണ്ടത് നമ്മുടെ നേച്ചറിലെ ഫണ്ടമെന്റൽ ആയ ഫോഴ്സുകൾ. നമ്മുടെ നേച്ചറിലെ ഫണ്ടമെന്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് പ്രധാനമായി 4 എണ്ണമാണ്. ആദ്യത്തത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, രണ്ടാമത്തത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, മൂന്നാമത്തത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, നാലാമത്തത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പൊ ആ ഫോഴ്സുകൾ ഓരോന്നും അറിയാമല്ലോ. അതിൽ ഇങ്ങനെ ചോദിക്കുക, ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ഏതാണ്? അപ്പൊ നമ്മൾ ഓർത്തിരിക്കണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. മനസ്സിലായല്ലോ? ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ഏതാണ്? അപ്പൊ നമ്മൾ ഓർത്തിരിക്കണം അത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഈ വർഷം നിങ്ങൾ എഴുതിയ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു കുറെ ഫോഴ്സ് തന്നിട്ട് അതിൽ നമ്മുടെ നേച്ചറിലെ ഫണ്ടമെന്റൽ ഫോഴ്സ് ഏതാണ് എന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി കുറെ 4 ഫോഴ്സ് തന്നിട്ട് ക്വസ്റ്റ്യൻ നോക്കി അറിയാം. 4 ഫോഴ്സ് തന്നിട്ട് അതിൽ ഏതാണ് നമ്മുടെ നേച്ചറിലെ ഫണ്ടമെന്റൽ ഫോഴ്സ് എന്ന് എഴുതാനുണ്ടായിരുന്നു. അത് ഏതായിരുന്നു? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നായിരുന്നു. മനസ്സിലായി? അപ്പൊ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ആദ്യത്തെ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഈ 2 കാര്യങ്ങൾ പ്രധാനമായിട്ട് ഓർത്താൽ മതി. മനസ്സിലായല്ലോ പറഞ്ഞേ? ഓക്കെ. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ ആണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇത് SI സിസ്റ്റത്തിന്റെ ബേസിക് യൂണിറ്റുകൾ. നമ്മുടെ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്ന ഒരു കോളം വരച്ചിട്ട് അതിനകത്ത് ഫില്ല് ചെയ്യാൻ SI സിസ്റ്റത്തിന്റെ ബേസിക് യൂണിറ്റ് ആയിരുന്നു, ഫില്ല് ചെയ്യാൻ വേണ്ടി ചോദിച്ചു. മനസ്സിലായി? അപ്പൊ SI സിസ്റ്റത്തിന്റെ ബേസിക് യൂണിറ്റുകൾ 7 എണ്ണമാണ്. ഏതെല്ലാം ഒന്ന് ഓർത്ത് നോക്കി. ആദ്യത്തെ യൂണിറ്റ് ഓഫ് ലെന്ത് മീറ്റർ, രണ്ടാമത്തത് യൂണിറ്റ് ഓഫ് മാസ് കിലോഗ്രാം, മൂന്നാമത്തത് യൂണിറ്റ് ഓഫ് ടൈം സെക്കൻഡ്, നാലാമത്തെ യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ കെൽവിൻ, അഞ്ചാമത്തെ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആംബിയർ, അടുത്ത യൂണിറ്റ് ഓഫ് ലൂമിനസ് ഇന്റൻസിറ്റി കാൻഡല, അടുത്തത് യൂണിറ്റ് ഓഫ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ.
അപ്പോൾ ആ SI സിസ്റ്റത്തിന്റെ ഈ ബേസിക് യൂണിറ്റുകൾ പ്രധാനമായിട്ടും അതിനകത്ത് ഓർത്തിരിക്കുക. പിന്നെ SI സിസ്റ്റത്തിന്റെ സപ്ലിമെന്ററി യൂണിറ്റുകൾ പ്രധാനമായി രണ്ടെണ്ണം, റേഡിയനും സ്റ്റെറിഡിയനും. അതിൽ പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് ആണ് റേഡിയൻ. പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് ആണ് റേഡിയൻ. സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ് ആണ് സ്റ്റെറിഡിയൻ. അപ്പൊ പരീക്ഷ ഇങ്ങനെ വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് പ്ലെയിൻ ആംഗിൾ? അപ്പൊ നമ്മൾ എന്ത് എഴുതണം? റേഡിയൻ. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് സോളിഡ് ആംഗിൾ? അപ്പൊ നമ്മൾ എന്ത് എഴുതണം? സ്റ്റെറിഡിയൻ. അപ്പൊ നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ഉണ്ടായിരുന്നു, എന്താണ് പ്ലെയിൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ? എന്താണ് പ്ലെയിൻ ആംഗിൾ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഇല്ലേ? എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദി ആംഗിൾ സബ്ടെൻഡഡ് അറ്റ് ദ സെന്റർ ഓഫ് എ സ്ഫിയർ. The angle subtended to radius at the center of a sphere by an arc whose length is equal to the radius. ഒരു സർക്കിളിന്റെ രണ്ട് റേഡിയസ്, ഇതൊരു സർക്കിൾ ആണെങ്കിൽ അതിന്റെ രണ്ട് റേഡിയസ് ആണ് ഈ R എന്ന് എഴുതിയിരിക്കുന്നത്. കണ്ടല്ലോ, ഇതാണ് ആർക്ക് എന്ന് പറയും. ആർക്ക്, ഈ ആർക്കിന്റെ ലെന്ത് ആണ് L, ഈ ആംഗിൾ ആണ് തീറ്റ. അപ്പൊ ഒരു സർക്കിളിന്റെ രണ്ട് റേഡിയസ് ഈ ആർക്കുമായി മേക്ക് ചെയ്യുന്ന ഈ ആംഗിൾ, അതാണ് പ്ലെയിൻ ആംഗിൾ. അത് അളക്കാനുള്ള യൂണിറ്റ് ആണ് റേഡിയൻ. ഓർക്കുമല്ലോ? അപ്പൊ റേഡിയൻ ഈസ് ദ യൂണിറ്റ് ഓഫ് പ്ലെയിൻ ആംഗിൾ. വാട്ട് ഈസ് പ്ലെയിൻ ആംഗിൾ? ഇറ്റ് ഈസ് ദി ആംഗിൾ സബ്ടെൻഡഡ് the two radius of a circle by an arc. The angle subtended the two radius of a circle by an arc whose length is equal to the radius of the circle. Angle in steradian angle in radian കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് theta is equal to L divided by R. അപ്പം ആ രണ്ട് യൂണിറ്റ്, സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ് സ്റ്റെറിഡിയൻ, പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് റേഡിയൻ, അത് ഓർത്തിരിക്കുക. പിന്നെ ഇതിനകത്ത് ഓർത്തിരിക്കേണ്ടത് സം ഇമ്പോർട്ടന്റ് ലെന്ത് മെഷർമെന്റ്. വലിയ ദൂരം അളക്കാനുള്ള രണ്ട് മെത്തേഡാണ് ആംഗുലാർ മെഷർമെന്റും പാരലാക്സ് മെത്തേഡും. ആംഗുലാർ മെഷർമെന്റും പാരലാക്സ് മെത്തേഡ്. ഇതിൽ ആംഗുലാർ മെഷർമെന്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പോയിന്റ്സ് ഓൺ ആൻ അസ്ട്രോണമിക്കൽ ഒബ്ജക്ട്. ഒരു അസ്ട്രോണമിക്കൽ ഒബ്ജക്റ്റിലെ ഏതെങ്കിലും രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള അകലം അളക്കാൻ ഉപയോഗിക്കപ്പെടുന്ന മെത്തേഡാണ് ഈ ആംഗുലാർ മെഷർമെന്റ് എന്ന് പറയും. ഉദാഹരണം, നമ്മുടെ മൂണിന്റെ ഡയമീറ്റർ പണ്ട് കണ്ടുപിടിച്ചില്ലേ? ഓർമ്മയുണ്ടോ? ഇതാണ് മൂണെന്ന് പറയും. അതിന്റെ ഡയമട്രിക്കലി ഓപ്പോസിറ്റ് ആയ രണ്ട് പോയിന്റ് ആണ് എയും ബിയും. ഇതിനെ നമ്മൾ എർത്തിലെ ഒരു സ്റ്റേഷനിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്തു? വ്യൂ ചെയ്തു. ഓക്കെ, ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ എക്സ് നമുക്ക് കണ്ടുപിടിക്കണം. ഈ ആംഗിൾ ആണ് തീറ്റ, ഈ ദൂരമാണ് R എങ്കിൽ ആംഗിൾ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്തുവാ? ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ഡിവൈഡഡ് ബൈ റേഡിയസ്. ശരിയല്ലേ? ദാറ്റ് ഈസ് ഇവിടെ ആംഗിൾ എന്തുവാ? തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് എന്ന് പറഞ്ഞ ഈ ദൂരമാണ് x, നമുക്ക് ഡയമീറ്റർ ഓഫ് ദ മൂൺ, അതാണ് x ഡിവൈഡഡ് ബൈ റേഡിയസ് R. ഇതിൽ നിന്നും നമുക്ക് x കണ്ടുപിടിക്കണം. ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. R തീറ്റ, ഇവിടെ x എന്താണ്? അതാണ് ഡയമീറ്റർ ഓഫ് ദ മൂൺ. ഇങ്ങനെ ആകാശഗോളങ്ങളിലെ അവരുടെ സൈസ് അല്ല ഏതെങ്കിലും രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള അകലം അളക്കാനുള്ള ഈ മെഷർമെന്റ് ആണ് ആംഗുലാർ മെഷർമെന്റ്. അടുത്ത രണ്ടാമത്തെ മെഷർമെന്റ് ആണ് പാരലാക്സ് മെത്തേഡ്. പാരലാക്സ് മെത്തേഡ് ഇതെന്തിനാ ഉപയോഗിക്കുന്നത്? ഒരു ഡിസ്റ്റന്റ് സ്റ്റാറിലേക്കുള്ള ദൂരം, ഭൂമിയിൽ നിന്നും ആ വിദൂര നക്ഷത്രത്തിലേക്കും മറ്റുമൊക്കെയുള്ള ദൂരം നമ്മൾ അളക്കുന്നത് നേരിട്ട് പറ്റത്തില്ല. അപ്പൊ അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് ഇൻഡയറക്റ്റ് മെത്തേഡ് ആണ് പാരലാക്സ് മെത്തേഡ്. എങ്ങനെയായിരുന്നത്? ഇതായിരുന്നു ഡിസ്റ്റന്റ് സ്റ്റാർ എസ്. അതിനെ നമ്മൾ ഭൂമിയിലെ രണ്ട് സ്റ്റേഷൻ, അതാണ് എയും ബിയും, ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വ്യൂ ചെയ്യണം. ഈ ഡിസ്റ്റൻസ് എർത്തിലെ ഈ രണ്ട് സ്റ്റേഷൻ തമ്മിലുള്ള അകലമാണ് എക്സ്. ഈ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ. ഈ ഡിസ്റ്റൻസ് ആണ് R. നമുക്ക് കണ്ടുപിടിക്കണം. ഈ നക്ഷത്രത്തിലേക്കുള്ള ദൂരം R കണ്ടുപിടിക്കണം. എങ്കിൽ മുമ്പേ പറഞ്ഞ പോലെ ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ഡിവൈഡഡ് ബൈ റേഡിയസ്. തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് എന്ന് ഉദ്ദേശിച്ച് ഇവിടെ x ഡിവൈഡഡ് ബൈ ഇതാണ് റേഡിയസ്. നമുക്ക് ഡിസ്റ്റൻസ് R നമുക്ക് കണ്ടുപിടിക്കണം. ഇതിൽ നിന്നും R ഈസ് ഈക്വൽ ടു x ഡിവൈഡഡ് ബൈ തീറ്റ. ഇതാണ് ആ ഡിസ്റ്റന്റ് സ്റ്റാറിലേക്കുള്ള ദൂരം R. ഈ മെത്തേഡിനെയാണ് നമ്മൾ പാരലാക്സ് മെത്തേഡ് എന്ന് പറയും. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിരുന്നു ഡയമെൻഷൻ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഭാഗമാണ് ഇതിനകത്ത് ഡയമെൻഷൻ. അത് നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കണം. എന്താ ഡയമെൻഷൻ? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ
അതിന്റെ ഫണ്ടമെന്റൽ യൂണിറ്റിന്റെ പവറിന്റെ അടിസ്ഥാനത്തിൽ എക്സ്പ്രസ് ചെയ്യപ്പെടുന്ന മെത്തേഡിനെയാണ് നമ്മൾ ഡയമെൻഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ പറഞ്ഞത്? അപ്പം ആ ഡയമെൻഷൻ ഒരു 10 എണ്ണത്തിനെങ്കിലും ഡയമെൻഷൻ കണ്ടുപിടിക്കുന്നത് നിങ്ങൾ പ്രധാനമായിട്ട് ഓർക്കണം. ഉദാഹരണം നമുക്ക് എപ്പോഴും അറിയാവുന്നതാണ് വെലോസിറ്റി. ഇപ്പൊ ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് ഡയമെൻഷൻ L, ടൈമിൻ്റെത് T. ഇത് മേളിൽ വരുമ്പോൾ L എന്ന് എഴുതി T മേളിൽ കൊണ്ടുവരണം. അപ്പൊ T⁻⁻1 L T⁻⁻1 വെലോസിറ്റി. അതുപോലെ ആക്സിലറേഷൻ, ഡയമെൻഷൻ ഓഫ് ആക്സിലറേഷൻ കാണാൻ ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി ഡിവൈഡഡ് ബൈ ഡയമെൻഷൻ ഓഫ് ടൈം. വെലോസിറ്റിയുടേത് L T⁻⁻1, ടൈമിൻ്റെത് T, that is L T⁻⁻1 into T⁻⁻1 L T⁻⁻. ഇങ്ങനെ ഡയമെൻഷൻ ചില ക്വാണ്ടിറ്റികൾ തന്നാൽ അതിന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കുന്നത് നമുക്കറിയാമല്ലോ. അത് നോക്കുക. വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ് തുടങ്ങിയതിന്റെ. അടുത്ത പരീക്ഷയ്ക്ക് ചോദിച്ചാണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ ഡയമെൻഷൻ. വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്? അതിന്റെ ഡയമെൻഷൻ കാണാൻ. ഇപ്പൊ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് അക്ഷരമാണ് ക്യാപിറ്റൽ G. അത് കണ്ടുപിടിക്കുന്നത് Fr² ഡിവൈഡഡ് ബൈ m1 into m2. ന്യൂട്ടന്റെ ലോ ഓഫ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ ഇല്ലേ, അതിൽ നിന്നാണ് ഈ ഇക്വേഷൻ Fr² ബൈ m1 m2. അപ്പൊ നമുക്ക് ഡയമെൻഷൻ ഓഫ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സിന്റെ ഞാൻ റഫായിട്ട് എഴുതുന്നതേ ഉള്ളൂ, വിശദമായിട്ട് നമ്മൾ പഠിച്ചതാണ്. ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താണ്? ml T⁻⁻². ഇവിടെ r എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ L, ഇവിടെ സ്ക്വയർ ഉള്ളതുകൊണ്ട് സ്ക്വയർ കൊടുക്കണം, ഡിവൈഡഡ് ബൈ m1 എന്ന് പറഞ്ഞാൽ ആദ്യ ബോഡിയുടെ മാസ്, അത് ക്യാപിറ്റൽ M. m2 എന്ന് പറയുന്ന രണ്ടാമത്തെ വസ്തുവിന്റെ മാസ്, അതും ക്യാപിറ്റൽ M. ശരിയല്ലേ? ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം. ഈ എമ്മും ഈ താഴത്തെ എമ്മും കൊണ്ട് നമുക്ക് കട്ട് ചെയ്യാം. എന്നിട്ട് ഈ എമ്മിനെ നമ്മൾ മേലോട്ട് കൊണ്ടുവരണം. ഈ എം മേളിൽ വരുമ്പോൾ m⁻⁻1. ശരിയല്ലേ? പിന്നെ ഇവിടെ എല്ലും L² ഗുണിക്കുമ്പോൾ L³. പിന്നെ ഇവിടുത്തെ T⁻⁻². ഇപ്പൊ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഡയമെൻഷൻ m⁻⁻1 L³ T⁻⁻². അപ്പൊ ഇങ്ങനെ കുറെ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഒക്കെ ഒരുപാട് തവണ നിങ്ങളുടെ പരീക്ഷയ്ക്കും ചോദിച്ചെന്ന് തോന്നുന്നു. ഇനി ഡയമെൻഷന്റെ യൂസസ് എന്തൊക്കെയാണ്? ഡയമെൻഷന്റെ യൂസ് 3 യൂസ് ആണ്. ഒന്നാമത്തത് ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ദ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ തന്നാൽ അത് ശരിയാണോ തെറ്റാണോ നോക്കും. രണ്ടാമത്തത് ടു ഡിറൈവ് ദ കറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ് ചെയ്യപ്പെടുന്ന ഘടകങ്ങൾ തന്നാൽ അത് വെച്ച് ഇക്വേഷൻ രൂപീകരിക്കുക. മൂന്നാമത് ടു കൺവേർട്ട് വൺ സിസ്റ്റം ഓഫ് യൂണിറ്റ് ഇൻറ്റു അനദർ സിസ്റ്റം. ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ തന്നാൽ നമുക്കതിനെ മറ്റൊരു സിസ്റ്റത്തിലേക്ക് മാറ്റാം. എക്സാമ്പിൾ ഓരോന്നും നമുക്ക് ചെയ്ത് നോക്കാം. ബാക്കി നിങ്ങൾ തന്നെത്താനെ അത് ചെയ്ത് പരിശീലിക്കണം. മനസ്സിലാവും? ഉദാഹരണമായിട്ട് V is equal to U plus AT. ഇത് ഇക്വേഷന്റെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മൾ LHS-ലും RHS-ലുമുള്ള എല്ലാ ടീമിനും നമ്മൾ ഡയമെൻഷൻ അപ്ലൈ ചെയ്യണം. എല്ലാ ടീമിന്റെ ഡയമെൻഷൻ ഒരുപോലെ ആണെങ്കിൽ ഇക്വേഷൻ ശരി, അല്ലെങ്കിൽ തെറ്റ്. അപ്പൊ ആദ്യം നമുക്ക് LHS-ൽ ഡയമെൻഷൻ ഓഫ് V എന്ന് പറഞ്ഞാൽ വെലോസിറ്റി എന്തുവാണ്? L T⁻⁻1. അടുത്ത RHS-ൽ രണ്ട് ടീം ഉണ്ട്. അതിൽ ആദ്യത്തേത് ഡയമെൻഷൻ ഓഫ് U എന്ന് പറയുന്ന വെലോസിറ്റി L T⁻⁻1. അടുത്തത് ഡയമെൻഷൻ ഓഫ് AT എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ L T⁻⁻2. T എന്ന് പറഞ്ഞാൽ ടൈം, T മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ L T⁻⁻1. ഇനി നമ്മൾ എല്ലാ ടീമിന്റെ നോക്കുക. എല്ലാ ടീമിന്റെ ഡയമെൻഷൻ ഒരുപോലെയാണ് LHS-ലും RHS-ലും. അതുകൊണ്ട് LHS ഈസ് ഈക്വൽ ടു RHS. ഇക്വേഷൻ ഈസ് കറക്റ്റ്. ഇങ്ങനെ ഏത് ഇക്വേഷൻ വന്നാലും ഇതേ രീതിയിൽ നോക്കണം. ഇനി തെറ്റായിട്ട് വരികയാണെങ്കിൽ നമ്മൾ ഒന്നുകൂടെ നോക്കണം. ഇതുപോലെ ഒരുപോലെ വരുന്നില്ല, അപ്പൊ നമ്മൾ ഒന്നുകൂടെ നോക്കാം. നമ്മുടെ കുഴപ്പം കൊണ്ടാണോ പ്രശ്നം, അല്ലെങ്കിൽ LHS നോട്ട് ഈക്വൽ ടു RHS, ഇക്വേഷൻ ഈസ് നോട്ട് കറക്റ്റ് എന്ന് എഴുതാം. ഓക്കെ. രണ്ടാമത്തത് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യുന്നത്? അതിനുവേണ്ടി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ചോദ്യം. ദ പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം ഡിപ്പെൻഡിങ് അപ്പോൺ ലെങ്ത് ഓഫ് ദ പെൻഡുലം, മാസ് ഓഫ് ദ ബോബ്,
ആൻഡ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g എങ്കിൽ പീരീഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഡിറൈവ്. ഇതുപോലെയാണ് എല്ലാം. അപ്പോൾ ഇത് നിങ്ങളങ്ങ് മനസ്സിലാക്കി ബാക്കി നിങ്ങൾ ചെയ്ത് പരിശീലിച്ചാൽ മതി. അപ്പൊ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന വെച്ചുകൊണ്ടൊരു ഇക്വേഷൻ ആദ്യം ഉണ്ടാക്കണം. അതിങ്ങനെ ആയിരുന്നു. എന്താണോ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ എന്തുവാണ് ടൈം പീരീഡ്, that is equal to എല്ലാത്തിനും ഒരു കോൺസ്റ്റന്റ് വേണം k ഇൻറ്റു ചോദ്യത്തിൽ ആദ്യം എന്തുവാ ലെന്ത് l റൈസ് ടു x, രണ്ടാമത് പറഞ്ഞിരിക്കുന്ന റൈസ് ടു m റൈസ് ടു y, മൂന്നാമതുണ്ടെങ്കിൽ അത് റൈസ് ടു z. ശരിയല്ലേ? ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് ലെന്ത്, അതുകൊണ്ട് l റൈസ് ടു x, രണ്ടാമത് മാസ് m റൈസ് ടു y, മൂന്നാമത് g റൈസ് ടു z. ഇങ്ങനെ ഒരു ഇക്വേഷൻ ആദ്യം നമ്മൾ ഉണ്ടാക്കുക. എന്നിട്ട് രണ്ട് സൈഡിലും നമ്മൾ ഡയമെൻഷൻ കൊടുക്കണം. ടി എന്ന് പറഞ്ഞ ടൈം പീരീഡ്, ഡയമെൻഷൻ ക്യാപിറ്റൽ ടി ഇസ് ഈക്വൽ ടു k കോൺസ്റ്റന്റ്, ഡയമെൻഷൻ ഇല്ല, നമ്മൾ അതുകൊണ്ട് ഇവിടെ എഴുതണ്ട. അടുത്ത l ലെന്തിൻ്റെത് l റൈസ് ടു x, അടുത്ത മാസിൻ്റെത് ക്യാപിറ്റൽ m റൈസ് ടു y, മൂന്നാമത്തത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് g, അതിന്റെ ഡയമെൻഷൻ ആക്സിലറേഷൻ തന്നെയാണ് l t റൈസ് ടു -2 the whole റൈസ് ടു z. ഇനി അടുത്ത ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ മാറ്റണം. അപ്പൊ t സമം l റൈസ് ടു x ഇൻറ്റു m റൈസ് ടു y, ഇത് ബ്രാക്കറ്റ് മാറ്റുമ്പോൾ l റൈസ് ടു z t റൈസ് ടു -2z. അടുത്തത് ഒരേ ടേം ഉണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ l ന്റെ രണ്ട് ടേം ഉണ്ട്, അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ l റൈസ് ടു x പ്ലസ് z ഇൻറ്റു m റൈസ് ടു y ഇൻറ്റു t റൈസ് ടു -2z. ഇത്രയും കഴിഞ്ഞാൽ രണ്ട് സൈഡിലുമുള്ള എല്ലാ ടേമിന്റെ പവർ, ഒരേ ടേമിന്റെ പവർ ഇക്വേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ t യുടെ പവർ ആണ് -2z, ഇവിടെ t എന്ന് മാത്രം പറഞ്ഞാൽ പവർ 1 എന്നാണ്. അതുകൊണ്ട് -2z is equal to 1, z is equal to -1/2. അടുത്തത് m ന്റെ പവർ ആണ് y, ഇപ്പുറത്തെ m ന്റെ ടേം ഇല്ലെങ്കിൽ പവർ 0 എന്ന് എടുക്കണം. അപ്പോൾ y is equal to 0. അടുത്തത് l ന്റെ പവർ ആണ് x പ്ലസ് z, ഇപ്പുറത്തെ l ന്റെ ടേം ഇല്ല, അതുകൊണ്ട് 0. z ന്റെ വാല്യൂ നമുക്ക് ഇവിടെ കൊടുക്കാം x, z ന്റെ വാല്യൂ -1/2 is equal to 0. x കാണിത് അപ്പുറത്ത് കൊണ്ടുവരിക 1/2. അങ്ങനെ x ഉം y ഉം z കണ്ടാൽ നമ്മൾ അത് വീണ്ടും ഫസ്റ്റ് ഇക്വേഷനകത്ത് കൊടുക്കണം, ആദ്യത്തെ ഇക്വേഷനകത്ത് കൊടുക്കണം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? t is equal to k into l raised to x ന്റെ സ്ഥാനത്ത് 1/2, m raised to y യുടെ സ്ഥാനത്ത് 0, g raised to z ന് പകരം -1/2. ശരിയല്ലേ? വീണ്ടും t is equal to k into l raised to 1/2 എന്ന് പറഞ്ഞാൽ √l, m raised to 0 1 into g raised to -1/2 എന്ന് പറഞ്ഞാൽ √1/g. അപ്പൊ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക. t is equal to k into ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ √l/g. ഇതുകൊണ്ട് നമുക്ക് നിർത്താം. k യുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പ്രത്യേകിച്ച് മാർഗമില്ല, അതറിയാമെങ്കിൽ മാത്രം എഴുതുക, ഇല്ലെങ്കിൽ എഴുതണ്ട, ഇവിടെ കൊണ്ട് നിർത്താം. ഇവിടെ സിമ്പിൾ പെല്ലത്ത് കേസിൽ k യുടെ വാല്യൂ 2π എന്നാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് t is equal to 2π into √l/g. ഓക്കെ, ഇങ്ങനെയാണ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന രീതി. അടുത്ത മൂന്നാമത്തെ യൂസ് ആണ് ടു കൺവേർട്ട് വൺ സിസ്റ്റം ഓഫ് യൂണിറ്റ് ഇൻറ്റു അനദർ സിസ്റ്റം. ഒരു സിസ്റ്റത്തിൽ തന്നാൽ എങ്ങനെയാണ് നമ്മൾ അത് മറ്റൊരു സിസ്റ്റത്തിലേക്ക് മാറ്റുന്നത്? അതിന് എക്സാമ്പിൾ ആണ് ന്യൂട്ടനെ ഡൈൻ ആക്കുക. 1 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു ഡാഷ് ഡൈൻ. ഇങ്ങനെ വന്നാൽ ഈ തന്നിരിക്കുന്ന യൂണിറ്റ് ആരുടെയാണെന്ന് ആദ്യം ഓർക്കുക. ന്യൂട്ടൺ എന്നും ഡൈൻ എന്നും പറയുന്നത് ഫോഴ്സിന്റെ SI ആൻഡ് CGS യൂണിറ്റ് ആണ്. SI യൂണിറ്റ് ന്യൂട്ടൺ, CGS യൂണിറ്റ് ഡൈൻ. അങ്ങനെ ആരുടെയാണെന്ന് മനസ്സിലാക്കിയാൽ അതിന്റെ ഡയമെൻഷൻ, ഇത് ഫോഴ്സിന്റെ ആണല്ലോ, അത് ഡയമെൻഷൻ ഓഫ് ഫോഴ്സ്, ഫോഴ്സിന്റെ ഡയമെൻഷൻ mLT raised to -2. ഇങ്ങനെ എഴുതിയാൽ അതിൽ നിന്ന് m ന്റെ പവർ x എന്ന് പറയുന്നത് 1, l ന്റെ പവർ ആണ് y, l എന്ന് മാത്രം പറഞ്ഞാൽ പവർ 1, t യുടെ പവർ ആണ് z, അത് ഇവിടെ എത്ര ആണ്? -2. നമുക്ക് ഒരു ന്യൂട്ടനെയാണ്, അതുകൊണ്ട് n1 എന്ന് പറയുന്നത് 1. ഇവിടെ ഒരു മാഗ്നിറ്റ്യൂഡ് ക്വാണ്ടിറ്റി ഉണ്ട് n2, നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, എങ്കിൽ നമ്മൾ ആദ്യം സങ്കല്പിക്കുന്നു n1 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു n2 ഡൈൻ ആണെന്ന് ഇരിക്കട്ടെ. എങ്കിൽ n2 കണ്ടുപിടിക്കാൻ ഒരു വാക്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. n2 ഈസ് ഈക്വൽ ടു n1 into m1 by m2 the whole raised to x into
L1 by L2 the whole raised to y into T1 by T2 the whole raised to Z. ഇതിനകത്ത് നമ്മൾ വാല്യൂ കൊടുക്കുക. N2 is equal to N1 പകരം 1 into M1 എന്ന് പറഞ്ഞ ആദ്യ സിസ്റ്റത്തിലെ SI സിസ്റ്റത്തിലെ മാസിന്റെ യൂണിറ്റ് 1 കിലോഗ്രാം ബൈ M2 രണ്ടാമത്തെ സിസ്റ്റം 1 gram the whole raised to x ന്റെ പകരം 1 into L1 ആദ്യ സിസ്റ്റത്തിലെ ലെന്തിന്റെ യൂണിറ്റ് 1 meter divided by താഴെ രണ്ടാമത്തെ സിസ്റ്റം 1 centimeter the whole raised to y ക്ക് പകരം 1 into ഏത് സിസ്റ്റം ആണെങ്കിലും സമയത്തിന്റെ യൂണിറ്റ് സെക്കൻഡ് the whole raised to z ന് പകരം 1 minus 2 ഇത് കട്ട് ചെയ്തു പോകും. That is N2 is equal to 1 into ഈ കിലോഗ്രാമിനെ ഇവിടെ ഗ്രാം ആക്കണം. ഒരു കിലോഗ്രാം 1000 gram by 1 gram into മീറ്ററിനെ ഇവിടെ സെന്റിമീറ്റർ ആക്കണം. ഒരു മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ബൈ താഴെ 1 സെന്റിമീറ്റർ. ഗ്രാമും ഗ്രാമും സെന്റിമീറ്റർ വെട്ടി. That is 1 into 1000 നമുക്ക് 10ന്റെ ക്യൂബ് into 100നെ 10ന്റെ സ്ക്വയർ. That is equal to 10 raised to 5. അപ്പൊ നമുക്കൊരു ന്യൂട്ടൺ എന്ന് പറയുന്നത് 10 raised to 5 ഡൈൻ എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഡയമെൻഷൻ ഇതിനകത്തിൽ വ്യക്തമായിട്ട് നിങ്ങൾ ഇതുപോലുള്ള പ്രോബ്ലങ്ങൾ നിങ്ങൾ എഴുതി പഠിക്കണം. ന്യൂട്ടനെ ഡൈൻ ആക്കിയതുപോലെ ഒരെണ്ണം കൊണ്ടുള്ള ജൂളിനെ എർഗ് ആക്കുന്നത്. ഒരു ജൂൾ എന്ന് പറയുന്നത് 10 raised to 7 എർഗ്. അതും നിങ്ങൾ ചെയ്ത് പഠിക്കുക. പിന്നെ ഇതിനകത്ത് നിങ്ങൾ നോക്കേണ്ടത് എററുകൾ. ആ എറർ എന്നുള്ളതിന്റെ അവസാനം നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതായത് അബ്സല്യൂട്ട് എറർ, റിലേറ്റീവ് എറർ, പെർസെന്റേജ് എറർ. അതും നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം ചിലപ്പോൾ പരീക്ഷയ്ക്ക് വരാം. എന്താണ് ആബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ? ആബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ വാല്യൂ ആൻഡ് മെഷേർഡ് വാല്യൂ. എന്തുവാ റിലേറ്റീവ് എറർ? It is the ratio of mean absolute error to the true value. Mean absolute error കണ്ടിട്ട് അതിനെ ട്രൂ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിലേറ്റീവ് എറർ കിട്ടും. ആ റിലേറ്റീവ് എററിനെ ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പെർസെന്റേജ് എറർ കിട്ടും. അപ്പൊ അതിന്റെ ഒരു പ്രധാന ചോദിക്കുന്ന ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. The percentage error in the radius of a sphere is 2%. ഒരു സ്ഫിയറിന്റെ റേഡിയസിന്റെ പെർസെന്റേജ് എറർ 2% ആണ്. ഇങ്ങനെ നമ്മളോട് ചോദിക്കുന്നു വാട്ട് ഈസ് ദ പെർസെന്റേജ് എറർ ഇൻ ഇറ്റ്സ് വോളിയം. അതിന്റെ വോളിയത്തിന്റെ പെർസെന്റേജ് എറർ എത്രയാണ്? ഇങ്ങനെ സാധനം ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ റേഡിയസിന്റെ പെർസെന്റേജ് എറർ ആണ് 2%. റേഡിയസിന്റെ അക്ഷരം എന്തുവാ? R. അതിന്റെ പെർസെന്റേജ് എറർ അതെങ്ങനെ എഴുതുന്നത്? ഡെൽറ്റ ആർ ഡിവൈഡഡ് ബൈ R into 100. അതാണ് റേഡിയസിന്റെ പെർസെന്റേജ് എറർ നമ്മൾ മാത്തമാറ്റിക്കൽ ഫോമിൽ എഴുതിയ. അത് എത്ര ഇവിടെ? 2%. എങ്കിൽ നമുക്ക് വോളിയത്തിന്റെ പെർസെന്റേജ് എറർ കാണണം. സ്ഫിയറിന്റെ വോളിയം കണ്ടുപിടിക്കുന്ന വാക്യമാണ് V is equal to 4/3 pi r cube. ശരിയല്ലേ? എങ്കിൽ നമുക്ക് വോളിയത്തിന്റെ പെർസെന്റേജ് എറർ എങ്ങനെ എഴുതാൻ? ഡെൽറ്റ വി ബൈ വി ഇൻറ്റു 100. അതാണ് വോളിയത്തിന്റെ പെർസെന്റേജ് എറർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 4/3 പൈ. അതിന് എറർ ഇല്ല. പിന്നെ ആർ ക്യൂബ്. ആർ ക്യൂബിന്റെ എങ്ങനെ എഴുതാം നമ്മള്? 3 ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ആർ ഇൻറ്റു 100. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു ഈ ഡെൽറ്റ ആർ ബൈ ആർ ഇൻറ്റു 100 അതിന്റെ വാല്യൂ ഇവിടെ എഴുതിയിട്ടുണ്ട് 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 6%. അപ്പം റേഡിയസിന്റെ പെർസെന്റേജ് എറർ 2 ആണെങ്കിൽ വോളിയത്തിന്റെ പെർസെന്റേജ് എത്ര ആയിരിക്കും? 6. ഇങ്ങനെ നമുക്ക് ഈ എററുമായി ബന്ധപ്പെട്ട് ഇതുപോലെ ചെറിയ ഒരു പ്രോബ്ലം സാധനം ചോദിക്കാം. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ തൽക്കാലം ഓർത്തിരിക്കുക. ബാക്കി അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാവരും പഠിക്കുക. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, നമസ്കാരം.